ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ, അതായത് ഞാൻ ഈ ഒരു സീരീസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് വന്നൊരു ക്വയറീനെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഈ ഒരു കരിയർ ഹണ്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ മാക്സിമം ഞാൻ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഇത് ഒരു പാർട്ടിൽ തീരുന്നതല്ല, അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ചെയ്യുന്നത്, പൊതുവെ നഴ്സിംഗ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ജോബ് ഇൻ്റർവ്യൂ നമ്മളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മളെ ഇൻ്റർവ്യൂവിനായിട്ട് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോഴായിരിക്കും നമുക്ക് പുതിയ പുതിയ തലവേദനകൾ വരുന്നത്. അതായത് ആ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട്, ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടി നമ്മളുടെ ഉള്ളിലുണ്ടാവും അല്ലേ. നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർഡ് ആണ്, നമുക്ക് എത്രയൊക്കെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും എക്സാംസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ആ ഒരു മനസ്സിൽ ഒരു ചെറിയൊരു പേടി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നഴ്സിംഗ് ജോബ് ഇൻ്റർവ്യൂസ് എങ്ങനെ സ്മാർട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് വെച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ വെച്ചിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു എൻറ്റയർ കരിയറിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് നാട്ടിലായാലും പിന്നെ പുറത്തോട്ടുള്ളതായാലും ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ പലരും ഓഫ്ലൈൻ ഇൻ്റർവ്യൂസും ഓൺലൈൻ ഇൻ്റർവ്യൂസും ഒരുപാട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ രണ്ടിനും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വഴിയേ വരാം. ആദ്യം തന്നെ ഇത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഇപ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിലും, അതല്ല നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് എന്നുണ്ടെങ്കിലും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മളുടെ ഡ്രസ് കോഡ്. ഓഫ് കോഴ്സ് നമ്മൾ നമ്മളുടെ ഡ്രസ് കോഡ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മൾ നേഴ്സസ് ആണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് ന്യൂഡ് കളേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിന് മിക്കപ്പോഴും തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് പാൻസും അതുപോലെ തന്നെ ലോങ് സ്ലീവ് ഷർട്ടുമാണ്. അത് ഒരു വൈറ്റ് അല്ലെങ്കിൽ ന്യൂഡ് കളറിലുള്ള ഷർട്ടുകളാണ്. ഞാൻ വൈറ്റ് ആണ് പൊതുവെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലുള്ള ഫോർമൽ വെയേഴ്സ് ആണ്. ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റ് കളേഴ്സോ അല്ലെങ്കിൽ പൂക്കളും കായ്കളും ഡിസൈൻസ് ഒക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോവാതിരിക്കുക. കാരണം നമുക്കറിയാം, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അങ്ങനെയല്ലേ പറയുന്നത്. നമുക്ക് ഒരിക്കലും ആ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടത്തില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ അപ്പിയറൻസിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് സെലക്ഷനിൽ ഇപ്പോൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റേ കോട്ടും സ്യൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അത് നമ്മളിൽ നിന്ന് അത് അവരധികം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എത്ര സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അതായിരിക്കും നല്ലത്. പക്ഷേ നമ്മളെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, പൂരപ്പറമ്പിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്ന പോലെ ആ ഒരു ലുക്ക്, ആ ഒരു ഇമേജ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഡ്രസ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് സ്കേർട്ട് ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ പാൻസ് ഇടാം. പക്ഷെ ജീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫ്രോക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇടാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ആ ഒരു ഫോർമൽ ലുക്ക് തരുന്ന രീതിയിലുള്ളത് ആയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡ്രസ്സാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആയിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, നമ്മളുടെ ഡ്രസ്സ് അയേൺഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മളെ
എത്രയും നീറ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നീറ്റായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി ഓർഡർ ഭയങ്കര അവെയർ ആയിരിക്കണം. കാരണം നമുക്കറിയില്ല നമ്മളുടെ സ്വെറ്റ് സ്മെല്ല് ഒക്കെ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പം വളരെ മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂം ഒക്കെ വെയർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഒരുപാട് പറഞ്ഞു തരേണ്ടതായിട്ടില്ല, എല്ലാവരും മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ജസ്റ്റ് നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ നഖം നന്നായി കട്ട് ഷോട്ട് ചെയ്യുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മേക്കപ്പ്. നമ്മൾ ഭയങ്കര ഓവറായിട്ടൊന്നും മേക്കപ്പ് ചെയ്യല്, എന്നാൽ ലൈറ്റായിട്ട് നല്ല പ്രസന്റബിൾ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുക. ലൈറ്റ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മുടി. നമ്മൾ ഒരുപാട് ലോങ് ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ടൈ ചെയ്ത് വെക്കുക. ഇപ്പൊ ചെറിയ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചീവി നന്നായിട്ട് ഒതുക്കി വെക്കാനായിട്ട് പറ്റും. അതല്ലാതെ ഇപ്പൊ പണ്ട് പറയുന്ന പോലെ നമ്മളിങ്ങനെ പുട്ടപ്പ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ പാറിപ്പറന്ന് ഒരുമാതിരി ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ പിക്നിക്കിന് പോകുന്ന ആ ഒരു പ്രതീതി ഉണ്ടാക്കാതെ നല്ല പ്രസന്റബിൾ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ബോയ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയ്സ് ഒരിക്കലും ജീൻസോ അല്ലെങ്കിൽ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇന്റർവ്യൂസിന് പ്രിപ്പയർ ആയിട്ട് വരാനായിട്ട് പാടില്ല. കാരണം അത് നമ്മൾക്ക് ആ ഒരു ഇംപ്രഷൻ കളയാനായിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ലോങ് സ്ലീവ് ഷർട്ടുകൾ, അതായത് ഫോർമൽ ഡ്രസ്സ് തന്നെ, അതായത് അതുപോലെ പാൻസ് അത് ഇൻ ചെയ്യുക. പിന്നെ ഷൂ നന്നായിട്ട് വെയർ ചെയ്യുക. അതും മാക്സിമം നമ്മൾ ഒറ്റ കളറായിട്ടുള്ള ഷൂസ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള സ്പോർട്സ് ഷൂ അങ്ങനത്തെ ഒന്നും വെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ നല്ല ഫോർമൽ ആയിട്ട് തന്നെ പ്രസന്റബിൾ ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മറ്റേ ബിയർഡ്, താടി അതൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് നല്ല പ്രസന്റബിൾ ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡ്രസ് കോഡിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത്. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ കയ്യിൽ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒരു എക്സ്ട്രാ ഫോട്ടോ കോപ്പീസ് നമ്മുടെ കയ്യിൽ കരുതുക. അവർ ഇപ്പോഴത്തെ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ അവരുടെ കയ്യിൽ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഹാർഡ് കോപ്പീസ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ പെയർ എന്ന് പറഞ്ഞ പോലെ വെക്കുക. ഒരു ഫയൽ നമ്മൾ ക്യാരി ചെയ്യുക. നമ്മൾ ഇന്റർവ്യൂവിനാണല്ലോ പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കരുതി വെക്കുക. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ സെൽഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ മൊബൈൽ ഫോണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതും അതല്ലാന്നുണ്ടെങ്കിൽ റിങ് ചെയ്യുന്നതും ഒക്കെ നമ്മളുടെ ആ ഒരു അറ്റൻഡൻസ്, നമ്മളുടെ ആ ഒരു ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം ആ ഒരു സമയത്തിന് മുന്നേ തന്നെ ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് അവിടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മളുടെ ഇന്റർവ്യൂവിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഉള്ള കോള് വന്നു, നമ്മളെ അങ്ങോട്ട് അകത്തേക്ക് വിളിച്ചേക്കുവാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് മിക്കപ്പോഴും ഒരു 3 അല്ലെങ്കിൽ 4 പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ ബോഡി ആയിരിക്കും. നഴ്സിംഗ് ഇന്റർവ്യൂസ് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരാളായിരിക്കാം. പക്ഷെ എങ്ങനെയായാലും അവർ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ബോഡി ആണ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അകത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു റൂമിലേക്ക് കയറുന്നതിന് മുന്നേ പെർമിഷൻ ചോദിക്കാനായിട്ട് മറക്കരുത്. നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമാണ് ആ ഒരു റൂമിലേക്ക് കയറാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മൾ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കണം. അതായത് നമ്മളിങ്ങനെ പേടിച്ച്, ഓഫ് കോഴ്സ് നമുക്ക് ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും കുറച്ച് പാനിക്കായിരിക്കും. ആ ഒരു ദിവസം നമുക്ക് എത്രയൊക്കെ നമ്മൾ ബോൾഡായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും നമുക്ക് ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് കാണിക്കാതെ, കൈയും കാലും ഒക്കെ വിറയ്ക്കാതെ, നമ്മളുടെ മുഖത്ത് ആ പേടി വരുത്താതെ നമ്മൾ നന്നായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുക. ചെറിയൊരു ചിരി നമ്മുടെ മുഖത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സാധിക്കും. നമ്മളൊരു ചെറിയൊരു ചിരിയോട് കൂടിയിട്ട് നമ്മൾ കയറുക. അവരെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഏത് സമയത്താണോ നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്നത് ആ ഒരു സമയത്തിന്റെ അനുസരിച്ചിട്ട് നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്തിട്ട് മാത്രം വിത്ത് പെർമിഷൻ റൂമിന്റെ അകത്തേക്ക് കയറുക. അപ്പോൾ അവർ പിന്നെ നമ്മളുടെ അടുത്ത് ബാക്കി കാര്യങ്ങൾ പറയും. അവർ നമ്മളോട് ടേക്ക് എ സീറ്റ് അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫോമൽ വേയിൽ തന്നെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞിട്ട്. ഗുഡ് ഈവനിങ് പറയേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും, ബട്ട് സ്റ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള ഫോമൽ വേയിൽ തന്നെ ഗ്രീറ്റ് ചെയ്യുക. നമ്മൾ നന്നായി നല്ല ചിരിയോട് കൂടിയിട്ട് തന്നെ ചെയ്യുക. പിന്നെ നമ്മൾക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ഒരിക്കലും ഒരു താങ്ക് യു പറയാനായിട്ട് നമുക്ക് കുറച്ച് മടിയാണ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അവരുടെ അടുത്ത് നമുക്കൊരു താങ്ക് യു പറയാം ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മളെ ഇന്റർവ്യൂവിന് ഇവർ വിളിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഇവിടെ വന്നിരിക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്കൊരു താങ്ക്സ് ആദ്യം തന്നെ പറയാനായിട്ട് പറ്റും. കാരണം ഗ്രീറ്റിംഗ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഇംപ്രഷൻ കൂട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരത് ഭയങ്കര ഹാപ്പി ആയെന്ന് എനിക്ക് അവരുടെ മുഖത്തു നിന്ന് മനസ്സിലായി. നമ്മൾ മലയാളീസ് പൊതുവെ ചെയ്യില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ടോപ്പ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മുടെ എൻ്റർ ചെയ്ത് ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ, ആ ഒരു അർത്ഥം വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു താങ്ക്സ് അവിടെ തന്നെ ആദ്യം തന്നെ പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നേരെ മറിച്ച് അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാനായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇരിക്കുവാണ്. അപ്പൊ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും. മിക്കപ്പോഴും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. അതായത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. നമ്മളെ പറ്റിയിട്ട് തന്നെ പറയാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. നമ്മളെ പറ്റി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരാ പറയാനായിട്ട്. പക്ഷേ ഇന്റർവ്യൂവിന്റെ ആ ദിവസം നമുക്ക് നമ്മളെ പറ്റിയിട്ട് ചിലപ്പോൾ നമ്മുടെ പേര് പോലും നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്മുടെ CV അല്ലെങ്കിൽ നമ്മളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മളെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ ഉണ്ട്. ബട്ട് സ്റ്റിൽ അവരെന്തിനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്? നമ്മൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും ഇന്റർവ്യൂവിന് അകത്തേക്ക് കയറുമ്പോൾ. അപ്പൊ നമ്മളുടെ ആ ഒരു സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പുറകിൽ വേറെയും കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മളെ പറ്റിയിട്ട് നമ്മൾ ആ സമയത്ത് കിടന്നുകൊണ്ട് വിറയ്ക്കുവാണ്, അല്ലെങ്കിൽ നമുക്കത് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിയിട്ടുള്ള ആ ഒരു ഇംപ്രഷൻ അവിടെ തന്നെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ അവർക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മളുടെ കോൺഫിഡൻസ് ലെവല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ CV-യിൽ നമ്മൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്കത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വേറൊരാളെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്ന് വായിച്ച് തറോ ആക്കണം. കാരണം അവരുടെ കയ്യിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യനും കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക, പിന്നെ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൊണ്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി, ഇപ്പൊ നമ്മൾ ആൻസർ ചെയ്യുന്ന ആ ഒരു രീതി, അതൊക്കെ കൊണ്ട് നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി, നമ്മൾ ഈ ഒരു ജോലിക്ക് എത്രത്തോളം ആപ്റ്റ് ആണ് എന്നൊക്കെയുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിൽ നിന്ന് അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ കോൺവെർസേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അതല്ലാതെ നമ്മൾ കുറെ ആൻസേഴ്സ് കാണാതെ പഠിച്ചു വെച്ചിട്ട് അത് അതേപോലെ ഇവിടെ റിസൈറ്റ് ചെയ്യുന്നതല്ല ഒരു ഇന്റർവ്യൂവിൽ നടക്കേണ്ടത്. നമ്മളുടെ മനസ്സിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്റർവ്യൂവിൽ ആൻസർ ആയിട്ട് പറയുന്നത്. അതല്ലാതെ നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മൈ നെയിം ഈസ് ദിസ് ഈസ് ഐ കം ഫ്രം ദിസ് പ്ലേസ്, ഐ ഡു ദാറ്റ്, ഐ ഡിഡ് ദിസ്, ഐ ഹാവ് ദിസ് മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അങ്ങനെ നമ്മൾ കാണാതെ പഠിച്ച് പറയുന്നതും നമ്മളുടെ മനസ്സിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഇംപ്രഷൻ അവിടെ പോകും. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ നമ്മളുടെ കോൺവെർസേഷൻ മാക്സിമം നാച്ചുറൽ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ വേറൊരു ടാസ്ക്. അപ്പോൾ അതും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള വേയിൽ, അതായത്
നമ്മളിങ്ങനെ കാണാതെ പഠിച്ചിട്ട് തത്ത പറയുന്ന പോലെ പറയുക എന്ന് പറയില്ലേ, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്ത് തുടങ്ങാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ പേരാണ് പറയേണ്ടത്. അപ്പൊ നമ്മളുടെ പേര് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതായത് ഐ ആം എന്ന് പറഞ്ഞിട്ട് പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ടും പറയാം. നമ്മളുടെ ഫുൾ നെയിം ആണ് നമ്മൾ പറയേണ്ടത്. നമ്മളുടെ ഗിവൺ നെയിം വിത്ത് സർ നെയിം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ ഈ മിസ്റ്റർ, മിസ്സിസ്, മിസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ജസ്റ്റ് നമ്മളുടെ പേര് മാത്രം ആണ് ഫസ്റ്റ് നമ്മൾ പറയേണ്ടത്. അതിന്റെ പുറകെ നമ്മൾ എവിടുന്ന് വരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. അതായത് ഇപ്പൊ നമ്മൾ പുറത്തൊക്കെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ വരേണ്ടത് നമ്മളുടെ ജോലിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് നമ്മളുടെ കറന്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അപ്പൊ നമ്മളിപ്പം UK വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര വർഷം തൊട്ടിട്ട് വർക്ക് ചെയ്യുന്നു, അതാണ് എൻ്റെ കറന്റ് എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രീവിയസ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഇൻ ടോട്ടൽ ഉണ്ട് എന്നുള്ളതും അവിടെ പറയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ പേര് പറഞ്ഞു, പിന്നെ വരുന്നത് നമ്മൾ എവിടുന്നാണ് നമ്മളുടെ വരുന്നത് എന്നുള്ളത് പറയാം. പിന്നെ പറയുന്നത് നമ്മളുടെ ടോട്ടൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് കറന്റ് ജോബ്. അപ്പൊ കറന്റ് ജോബാണ് ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത്. പിന്നെയാണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ എന്താണ് പഠിച്ചതെന്നുള്ളതിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ് ആദ്യം പറയേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഡിപ്ലോമയാണോ ഏറ്റവും കൂടുതലായിട്ട്, അതായത് കൂടുതൽ ഇയേഴ്സ് ഓഫ് സ്റ്റഡീസ് ഉള്ള ആ ഒരു കോഴ്സിന്റെ കാര്യം ആദ്യം പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ അതിൽ സ്പെഷ്യാലിറ്റികൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗോ അല്ലെങ്കിൽ പീഡിയാട്രിക് നഴ്സിംഗിൽ സ്പെഷ്യാലിറ്റികൾ, നമ്മൾ എന്ത് സ്പെഷ്യാലിറ്റി ആണോ ചെയ്തേക്കുന്നത് അതിനെ പറ്റിയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ മിനിമം 2 മിനിറ്റ്സ്, ആ ഒരു 2 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ആൻസർ പറഞ്ഞ് തീർത്തിരിക്കണം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വാരി വലിച്ച് നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചുരുക്കി എന്നാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറയാനായിട്ട് സാധിച്ചിരിക്കണം. അപ്പൊ അതിലാണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. പണ്ടത്തെ പോലെ നമ്മളുടെ ഹോബീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇന്റർവ്യൂവിൽ ആരും തന്നെ പറയാറില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ഹോബീസ് ഒന്നും അറിഞ്ഞിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് ഇല്ല. പിന്നെ അവർ നമ്മളോട് എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, അതായത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ മാത്രം നമുക്ക് ഫാമിലിനെ പറ്റി പറയാനായിട്ട് പറ്റും. ഇപ്പം എന്നോട് അവർ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. ഞാൻ മാരീഡ് ആണല്ലോ, അപ്പോൾ കുട്ടികളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതല്ലാതെ നമ്മളുടെ ഫാമിലിനെ പറ്റിയിട്ട് അവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം അത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ ആയിട്ട് ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെന്നോട് അഡീഷണലി ചോദിച്ചിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യമായിരുന്നു, ഫാമിലിനെ പറ്റിയിട്ട്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ, ഞാൻ ഇവിടത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കാര്യമാണ് കേട്ടോ പറയണത് ഇപ്പോൾ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം അവർ പിന്നെ അതിനെ പറ്റിയിട്ട് അവർ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരുടെ അവർ നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് എങ്ങനെ ഇടപഴകുന്നു എന്നനുസരിച്ചിട്ടിരിക്കും ബാക്കിയുള്ള ഈ ഒരു എന്താ പറയാ കാറ്റഗറിയിലെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളായിട്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് പറയേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് നമ്മളുടെ പ്രൊഫഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ബ്രീഫ്ലി പറഞ്ഞാൽ മതിയായിരിക്കും. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനിൽ തീരുന്നില്ല. അപ്പോൾ ഞാനത് പാർട്ടായിട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം എന്നുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇത് ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ബെസ്റ്റ് ഇംപ്രഷൻ ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.
നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഊർജം തരുന്നത്. അതുപോലെ ഈ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.